വിദേശത്ത് നിന്നും അനധികൃതമായി പക്ഷികളെ കടത്തിയ യാത്രക്കാർ പിടിയിൽ. തായ്വാനിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയവരെയാണ് കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തത്. വംശനാശ ഭീഷണി നേരിടുന്ന 11 പക്ഷികളെയും കണ്ടെടുത്തു. ഇവർ തുടർ നടപടികൾക്കായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. വിവരങ്ങൾ ജിജീഷ് കരുണാകരൻ നൽകും. ജിജീഷ്, എപ്പോഴാണ് ഇവരെ പിടികൂടിയത്? ഒപ്പം മറ്റു വിശദാംശങ്ങൾ പറയും. നിതിൻ, ഇവരെ ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയത്. ഇത് സംബന്ധിച്ച് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിൽ പരിശോധന നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് ഇവരുടെ ബാഗേജിൽ നിന്ന് ഈ പക്ഷികളെ, ജീവനോടെയുള്ള പക്ഷികളെ കണ്ടെത്താൻ കഴിഞ്ഞത്. തുടർന്ന് പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യലടക്കമുള്ള നടപടി ക്രമങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതിനുശേഷം വനം വകുപ്പിന് കൈമാറിയിരിക്കുകയാണ്. വനം വകുപ്പ് കൂടി വിശദമായി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് ഇറക്കുക. മലപ്പുറം സ്വദേശിയായ മർവാൻ, ഭാര്യ, കുടുംബം എന്നിവരായിരുന്നു ഈ പക്ഷികളുമായി എത്തിയിരുന്നത്. കോലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തി. നേരത്തെ തന്നെ വിവരം ലഭിച്ചതനുസരിച്ച് പോലീസോടെ പരിശോധനയ്ക്ക് അന്വേഷണ സംഘങ്ങൾ എത്തിയിരുന്നു. അങ്ങനെ വിശദമായ വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ പക്ഷികളെ 11ഓളം ഏറ്റവും പ്രധാന വംശനാശ ഭീഷണി നേരിടുന്ന ഇനത്തിൽപ്പെട്ട പക്ഷികളെ കൊണ്ടുവരുന്നതായി കണ്ടെത്തിയത്. തുടർന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ശേഷം വനം വകുപ്പിന് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. ചെക്ക് ഇൻ ബാഗേജ് പരിശോധിച്ചപ്പോഴാണ് ഈ പക്ഷികളെ കണ്ടെത്തിയത്. പക്ഷിക്കടത്തുമായി ബന്ധപ്പെട്ട് മലപ്പുറം സ്വദേശികളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. തായ്ലാൻഡിൽ നിന്നും വംശനാശ ഭീഷണി നേരിടുന്ന ഏതാണ്ട് 11 ഇനത്തിലുള്ള പക്ഷികളെ കടത്തുന്നതിനിടയിലാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കസ്റ്റംസ് ഇവരെ വിട്ടു നൽകിയിരിക്കുകയാണ്. വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി ജിജീഷ് കരുണാകരനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേർന്ന്